മിക്സ് ആൻഡ് മേക്ക് വിത്ത് ഷെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ ഉപയോഗിക്കാതിരിക്കുന്ന നല്ല ജീൻസുകളൊക്കെ കാണും, അളവുകൾ വ്യത്യാസം വന്നിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കുട്ടികൾക്ക് ജീൻസിൻ്റെ പാൻറ്റ് തന്നെയായിട്ട് തയ്ക്കാം കേട്ടോ. അപ്പോൾ വളരെ ഈസിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഏറ്റവും വീതി കൂടിയ പോർഷനാണ് ഇവിടെ വരുന്നത്. അത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ പോക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അഴിച്ചെടുക്കുക കേട്ടോ. അത് നമുക്ക് അതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു 8 വയസ്സിൻ്റെ അളവിലാണ് ചെയ്യുന്നത് കേട്ടോ. 6.5 ഇഞ്ച് അരവണ്ണം നമ്മൾ മാർക്ക് ചെയ്തു. താഴേക്ക് ക്രോച്ച് ഏരിയ നമുക്ക് ഇലാസ്റ്റിക് ഇടുന്ന 2 ഇഞ്ച് ലെങ്ത്തും കൂടെ കൂട്ടിയിട്ട് ഒരു 10 ഇഞ്ച് ലെങ്ത്തിൽ താഴേക്ക് വരച്ചു കേട്ടോ. അതിനുശേഷം ഒരു 2 ഇഞ്ച് നമ്മൾ മറു സൈഡിലേക്ക് വരച്ച് ഇതുപോലെ ഒന്ന് വളച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം താഴെയുള്ള വീതി നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ഇഞ്ചാണ് തയ്യൽ തുമ്പോട് കൂടിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ക്രോച്ച് ഏരിയയുടെ അവിടെ നിന്ന് താഴേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഈ പോർഷൻ കട്ട് ചെയ്തെടുക്കുക. ഇവിടെയും നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. ഇതിൻ്റെ ലെങ്ത്ത്, പാൻറ്റിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ എടുക്കാം. ഞാനിപ്പോൾ താഴെ വരെ ഫുൾ ലെങ്ത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ എടുത്തിട്ട് അടി മടക്കി അടിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഈ പോർഷൻ ഇതുപോലെ 2ആക്കി നമുക്ക് കിട്ടും. ഇതിനെ നല്ല വശങ്ങൾ ഒരേപോലെ വെച്ചിട്ട് ഇങ്ങനെ വിരിച്ചിടുക കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നല്ല വശങ്ങൾ രണ്ടും കൂടി ഒരേപോലെ വെച്ചതിന് ശേഷം 2 സൈഡും ഇതേപോലെ ഇവിടം വരെ സിമ്പിളായിട്ട് അടിച്ചു കൊടുക്കുക. അവിടെ വരെ മാത്രം അടിച്ചാൽ മതി. അതിനുശേഷം താഴെ നിങ്ങൾക്ക് മുറിച്ചിട്ടുണ്ടെങ്കിൽ മടക്കി അടിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ അവിടെ മുറിക്കാത്തതുകൊണ്ട് മടക്കി അടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തു 2 സൈഡും. അതിനുശേഷം ഇതേപോലെ തിരിച്ചു കൊടുക്കുക കേട്ടോ. വളരെ ഈസി ആയിട്ട് ഈ തയ്യൽ സെൻറ്ററിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും കണ്ടോ. ഈ 2 തയ്യൽ തുമ്പുകളും സെൻറ്ററിലേക്ക് കൊണ്ടുപോകുമ്പം നമുക്കിവിടെ കിട്ടും. അതിനുശേഷം ഈ ഒരു പോയിൻ്റ് രണ്ടും കറക്റ്റാക്കി വെച്ചിട്ട് 2 സൈഡിലേക്കും അടിച്ചു കൊടുക്കുക കേട്ടോ. അടി വരെ കണ്ടോ. വളരെ സിമ്പിളാണ് നമുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. കണ്ടോ, അടി നിങ്ങൾക്ക് മടക്കി അടിക്കാനുണ്ടെങ്കിൽ മടക്കി അടിച്ചതിന് ശേഷം വേണം. ഞാനിപ്പോൾ അവിടെ കട്ട് ചെയ്യാത്തതുകൊണ്ട് മടക്കി അടിച്ചിട്ടില്ല. അതുപോലെ 2 സൈഡും സെൻറ്ററിൽ നിന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇവിടെ നമുക്ക് ഇലാസ്റ്റിക് ഇടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ മടക്കി 1/2 ഇഞ്ച് ഉള്ളിലേക്ക് തയ്യൽ തുമ്പാക്കിയതിന് ശേഷം നമ്മൾ ചുറ്റി അടിച്ചു കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം നമ്മൾ അടിച്ച് നിർത്താനായിട്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടി ഞാനിപ്പോൾ അങ്ങനെ അടിച്ചെടുത്തു കേട്ടോ. കണ്ടോ, 2 കാലിൻ്റെ 2 സൈഡും അടിച്ചു കൊടുത്തു. അതുപോലെ ഇലാസ്റ്റിക്കിന് വേണ്ടി ഇതുപോലെ ചുറ്റി അടിച്ചു. കുറച്ച് സ്പേസ് അടിക്കാതെ വിട്ടിട്ടുണ്ട്. അതിൽ കൂടി നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇലാസ്റ്റിക്കിൻ്റെ വീതി എത്ര വേണം അരവണ്ണത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 20 ഇഞ്ച് വീതിയിലാണ് ഇലാസ്റ്റിക് മുറിച്ചെടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഇതുപോലെ പിന്ന് കുത്തിയിട്ട് ഉള്ളിൽ കൂടി പുറത്തെടുത്തതിന് ശേഷം അവിടെ നമ്മൾ അടിച്ചു കൊടുത്തു കണ്ടോ. ഈ ഒരു രീതിയിലാണ്. എത്ര സിമ്പിളായിട്ടാണ് നമുക്ക് നല്ലൊരു പാൻറ്റ് കിട്ടി. അപ്പോൾ ഉപയോഗിക്കാതിരിക്കുന്ന ജീൻസുകളൊക്കെ ഇതുപോലെ എടുത്ത് ഉപയോഗിക്കുക കേട്ടോ. കണ്ടോ, ഇവിടെയൊക്കെ നല്ല വൃത്തിയിൽ. ഇനി നമ്മൾ ആ പോക്കറ്റ് അഴിച്ചെടുത്തിട്ട് ഇവിടെ നമുക്ക് അതും ആദ്യമേ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം കണ്ടോ, ഈ ഒരു രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് മറക്കരുത്. അതുപോലെ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക് യു.